8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്. ടുവേഴ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ്. ഗംഗാ സമുദ്രത്തിലേക്ക് ആ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കിത് അതിലാദ്യമായിട്ട് നമുക്കവിടെ ഒരു ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പാർട്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. BCE 2000, the Eastern European province from Poland to Middle East Asia was inhabited by pastoralists. The increase in population and the scarcity of green pastures for the herd forced them to move away to far-off places. They traveled to the west, east, and south in groups. They took along their cattle and tamed horses as well. During the course of their journey, they met people of diverse types, fought with them, and mingled with them. One group reached Europe. The group that traveled south reached northwest frontier of India through Iran and Afghanistan. They are known as Aryans. Courtesy The Wonder That Was India, A.L. ബഷാം. നമ്മൾക്കിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രകാരൻ്റെ വിവരണത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. BCE 2000, the Eastern European province from Poland to Middle East Asia was inhabited by pastoralists. ഇവിടെ നമ്മൾ BCE 2000 ഈസ്റ്റേൺ യൂറോപ്യൻ പ്രൊവിൻസ് ഫ്രം പോളണ്ട്, അതായത് കിഴക്ക് യൂറോപ്പിലെ പോളണ്ട് മുതൽ മിഡിൽ ഈസ്റ്റ് വരെ, ടു മിഡിൽ ഈസ്റ്റ് ഏഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു ആ ഒരു പ്രദേശത്ത്. അപ്പോൾ എവിടം വരെയാണ് നമുക്കൊന്നുകൂടി നോക്കാം. എന്താണ് ഈസ്റ്റേൺ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള ആ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നവർ ഇടയന്മാരായിരുന്നു. ദ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ദ സ്കേഴ്സിറ്റി ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഫോർ ദ ഹേർഡ് ഫോഴ്സ്ഡ് ദം ടു മൂവ് എവേ ടു ഫാർ ഓഫ് പ്ലേസസ്. അതായത് നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്താണ്, ജനസംഖ്യാ വർധനവും അതുപോലെ സ്കേഴ്സിറ്റി ഓഫ് ഗ്രീൻ പാസ്റ്റേഴ്സ് ഫോർ ദെയർ ഹേർഡ്സ്, അപ്പോൾ അവരുടെ കാലികൾക്ക് ആവശ്യമായ പുൽമേടുകളുടെ കുറവും അവരെ ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ദ ട്രാവൽ ടു ദ വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അവർ എല്ലാ ഒരു ഡയറക്ഷൻസിലോട്ടും അല്ലേ, ദേ ട്രാവൽ ടു ദ വെസ്റ്റ്, അതുപോലെ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അവർ സംഘങ്ങളായിട്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും എല്ലാം അവർ സഞ്ചരിച്ചു. They took along their cattle and their tamed horses as well. അപ്പോൾ അവരിങ്ങനെ സഞ്ചരിച്ചപ്പോൾ അവരുടെ കന്നുകാലികളെയും അതുപോലെ തന്നെ അവരുടെ ടേംഡ് ഹോഴ്സസ്, അതായത് അവർ ഇണക്കി വളർത്തിയിരുന്ന കുതിരകളെയും എല്ലാം അവരുടെ കൂടെ കൊണ്ടുപോയിരുന്നു. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ജേർണി ദേ മെറ്റ് പീപ്പിൾ ഓഫ് ഡൈവേഴ്സ് ടൈപ്സ്. അവരുടെ ആ യാത്രക്കിടയിൽ അവർ പല ഡൈവേഴ്സ് വൈവിധ്യങ്ങളായ അല്ലെങ്കിൽ പലതരക്കാരായ ജനങ്ങളോട് ഒന്നിച്ചു ചേർന്ന് അവരോട് അവരോട് ഇഴുകി ചേർന്ന് അല്ലെങ്കിൽ അവരുമായിട്ട് ഫോട്ട് വിത്ത് ദം ആൻഡ് മിങ്കിൾഡ് വിത്ത് ദം. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുകയും അതുപോലെ തന്നെ അവരോട് കലഹിച്ചും അതുപോലെ അവരോട് ഇഴുകി ചേർന്നും എല്ലാം അവരിങ്ങനെ യാത്ര തുടർന്നിരുന്നു. വൺ ഗ്രൂപ്പ് റീച്ച്ഡ് യൂറോപ്പ്. The group that traveled south reached north of India through Iran and Afghanistan. അപ്പം അതിൽ ഒരു വിഭാഗം എവിടെ എത്തി? വൺ ഗ്രൂപ്പ് റീച്ച്ഡ് യൂറോപ്പ്, ഒരു കൂട്ടര് യൂറോപ്പിലെത്തി. ദ ഗ്രൂപ്പ് ദാറ്റ് ട്രാവൽഡ് സൗത്ത് റീച്ച്ഡ് നോർത്ത് വെസ്റ്റ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവരെല്ലാ ഡയറക്ഷനോടും സഞ്ചരിച്ചിരുന്നല്ലേ, അവർ ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും സൗത്തിലോട്ടും എല്ലാം സഞ്ചരിച്ചിരുന്നതിൽ സൗത്തിലോട്ട് ഗ്രൂപ്പ് ട്രാവൽ ടു ദ സൗത്ത്, തെക്കോട്ട് സഞ്ചരിച്ചിരുന്നവർ ഒരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ
എന്താ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ദേ ആർ നോൺ ആസ് ആര്യൻസ്. അപ്പോൾ അവരെ അറിയപ്പെടുന്ന പേരാണ് ആര്യന്മാരാണെന്നാണ് അവർ അറിയപ്പെടുന്നത്. നമ്മളിവിടെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൽ നിന്നുള്ളൊരു വിവരണം, എ.എൽ. ബാഷാം എന്ന് പറയുന്ന എന്താ ചരിത്രകാരൻ്റെ വിവരണമാണ് നമ്മളിവിടെ വായിച്ചത്. വാട്ട് ഐഡിയാസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദ എബോവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫേമസ് ഹിസ്റ്റോറിയൻ എ.എൽ. ബാഷാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു കണ്ടന്റ് വായിച്ചതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എഴുതുവാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൽ സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി 2 എണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ദ ആര്യൻസ് വെർ പാസ്റ്ററലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആര്യന്മാർ നാടോടികളായിരുന്നു, നാടോടികളുടെ ഇടയന്മാരായിരുന്നു. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫോഴ്സ്ഡ് ദം ടു ട്രാവൽ ടു അതർ ലാൻഡ്സ്. അപ്പോൾ അവരുടെ ആ ജനസംഖ്യ വർധനവ് അവരെ മറ്റു രാജ്യങ്ങളിലോട്ട് പോകുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. നിങ്ങൾക്ക് അതുകൂടാതെ ഒരു 3 പോയിന്റ് കൂടി അവിടെ എഴുതി ചേർക്കാനുണ്ട്. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് നിന്നിരിക്കുന്ന ആ ഒരു വിവരണത്തിൽ നിന്നാണ് അത് എഴുതേണ്ടത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 പോയിന്റ്സ് നമുക്ക് നോക്കാം. ദ ട്രാവൽ ടു ദി വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അടുത്ത പോയിന്റ് ഇതാണ്, നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കുക. ദ ട്രാവൽ ടു ദി വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇൻ ഗ്രൂപ്പ്സ്. ദെൻ നെക്സ്റ്റ്, they took along their cattle and the termed horses as well. Next, last point ആയിട്ട്, the group that traveled south reached northwest frontier of India through Iran and Afghanistan. നിങ്ങൾക്കത് എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ആൻസർ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കി എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വായിച്ച ആ വിവരണത്തിൽ നോക്കി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. Then go through the table given below. Certain words similar to meaning and pronunciation from different languages are listed. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ go through the table given below. Certain words are there. They are similar in meaning and pronunciation. അപ്പോൾ അവിടെ ഒരു 4 ലാംഗ്വേജിലുള്ള വേർഡ്സുകളാണ് തന്നിരിക്കുന്നത്: ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക് ആൻഡ് സാൻസ്ക്രിറ്റ്. അപ്പോൾ അതിൽ അവയുടെ ആ ഒരു വേർഡ്സ് വ്യത്യസ്തമായ ലാംഗ്വേജിലുള്ള വേർഡ്സാണ്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫാദർ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമ്മൾ ഫാദർ, ലാറ്റിൻ നമ്മൾ പാറ്റർ എന്നും, ഗ്രീക്കിൽ പെറ്റർ എന്നും, സാൻസ്ക്രിറ്റിൽ നമ്മൾ പിറ്റർ എന്നുമാണ് അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് വേർഡ് ഈസ് ദ മദർ. ഇൻ ലാറ്റിൻ ദാറ്റ് ഈസ് മാറ്റർ. ദെൻ ഇൻ ഗ്രീക്കിൽ എന്താണ് നമ്മൾ പറയുന്നത്? മെറ്റർ. ആൻഡ് സാൻസ്ക്രിറ്റിൽ നമ്മൾ മാതൃ, നമ്മൾ പിതൃ, മാതൃ എന്നാണ് നമുക്ക് സംസ്കൃതത്തിൽ നമ്മൾ ഈ വാക്കുകൾ നമ്മൾ പറയുന്നത്. നോട്ടീസ് ദെയർ സിമിലാരിറ്റി ഇൻ പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ്. നമ്മളിതിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവയുടെ ഉച്ചാരണ സാമ്യം അല്ലേ, സിമിലാരിറ്റി ഇൻ പ്രൊനൗൺസിയേഷൻ ഉച്ചരിക്കുന്നതിനുള്ള സാമ്യം, അതുപോലെ അവയുടെ മീനിങ്, എല്ലാ മീനിങ് സെയിം ആണ്. അതിൻ്റെ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ, ഉച്ചാരണം വ്യത്യസ്തമായിരുന്നെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ മീനിങ് എല്ലാം സെയിം ആണ്. The similarity points to a common heritage of these languages. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ മീനിങ് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ആ പ്രൊനൗൺസിയേഷനും അതുപോലെ ഉച്ചാരണവും അർത്ഥ സാമ്യം, അർത്ഥവും ഒരുപോലെ തോന്നിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതെന്താണ് പോയിന്റ് ചെയ്യുന്നത്, അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ കോമൺ ഹെറിറ്റേജ് ഓഫ് ദീസ് ലാംഗ്വേജസ്, അതായത് ഈ ഭാഷകളുടെ ഒരു പൊതു പൈതൃകം അല്ലേ, നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിലോട്ടാണ് നമുക്കിത് നമ്മൾ പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 2 വാക്കുകൾ നമ്മളിവിടെ പഠിച്ചു, ഫാദർ ആൻഡ് മദർ. അപ്പോൾ അതിൽ അതിൻ്റെ ലാറ്റിൻ ആയാലും ഗ്രീക്ക് ആണെങ്കിലും സംസ്കൃറ്റ് ആണെങ്കിലും അവയുടെ ആ സിമിലാരിറ്റിയും പ്രൊനൗൺസിയേഷൻ്റെയും മീനിങ്ങിൻ്റെ സിമിലാരിറ്റി നമുക്ക് ഇവയ്ക്ക് ഒരു കോമൺ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു പൊതു പൈതൃകം അല്ലെങ്കിൽ പൊതു പാരമ്പര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. The languages spoken by the people who inhabited various parts of Europe and Asia are regarded as the Indo-European languages. Among them, the people who spoke Sanskrit came to be called as Aryans. The languages spoken by the people who inhabited various parts of Europe and Asia
ആർ റിഗാർഡഡ് ആസ് ദ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. അതായത് യൂറോപ്പിൻ്റെയും അതുപോലെ ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകളെ പൊതുവെ പറയപ്പെടുന്നത് എന്ത് ഒരു പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ് ഇവിടെ പേര്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ് അറിയപ്പെടുന്നത്. Among them, the people who spoke Sanskrit came to be called as Aryans. ഈ ഭാഷകളിൽ ഒന്നായ സാൻസ്ക്രിറ്റ്, സംസ്കൃതം സംസാരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നവരെ ആര്യന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ ഫസ്റ്റ് ലിറ്റററി വർക്ക് ഇൻ സാൻസ്ക്രിറ്റ് ഈസ് ദ ഋഗ്വേദ. ഇപ്പം സംസ്കൃതത്തിൽ ആദ്യത്തെ ലിറ്റററി വർക്ക് അല്ലെങ്കിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. Next, certain reference about the migration of the Aryans can be noticed in the Rigveda. Look at the conversation given below. നമ്മൾ എന്താണ് ആര്യന്മാരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് ലിറ്റററി വർക്കിൽ ആയ ഋഗ്വേദത്തിൽ കാണാം. ആര്യന്മാരുടെ സഞ്ചാരം, അവരുടെ അതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം തന്നിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. Conversation between Sarama and Pani. Sarama, respected Pani, I am a messenger of Lord Indra. He has sent me to. എന്താണ് സരമ പറയാണ്, റെസ്പെക്റ്റഡ് പണി, ബഹുമാനായ എന്താണ് പണി, ഇന്ദ്രൻ്റെ ഐ ആം ദ മെസ്സഞ്ചർ ഓഫ് ലോർഡ് ഇന്ദ്ര, ഇന്ദ്രൻ്റെ ഒരു മെസ്സഞ്ചറാണ് ഞാൻ. എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹമാണ് എന്നെ നിങ്ങളുടെ അടുത്ത് അയച്ചത്. അപ്പം എന്താണ് പണിയുടെ മീനിങ് റിപ്ലൈ എന്തായിരുന്നു? ശർമ്മ, ഫോർ വാട്ട് പർപ്പസ് ഹാവ് യു കം ഹിയർ, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്? ദെൻ ശർമ്മയുടെ ആൻസർ എന്താണ്? ഐ ക്രോസ് ദ റിവർ ടു ഗെറ്റ് ഹിയർ. യു പോസസ് എ ലോട്ട് ഓഫ് കൗസ്, ഐ ഡിസയർ ടു ടേക്ക് ദം എവേ. എന്താണ് ശരമ പറയുന്നത്? ഞാൻ നദി കടന്നാണ് ഇവിടെ എത്തിയത്. അതുപോലെ യു പോസസ് എ ലോട്ട് ഓഫ് കൗസ്, നിങ്ങളുടെ കൈവശം ധാരാളം പശുക്കളുണ്ട്. ഐ ഡിസയർ ടു ടേക്ക് ദം എവേ. അപ്പം ഞാൻ എന്തിനാണ് വന്നിരുന്നത്? ആ പശുക്കളെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ദെൻ പണി, ഹൗ ഡിഡ് യു സക്സീഡ് ഇൻ സ്വിമ്മിങ് അക്രോസ് റിവർ റസ അറ്റ് നൈറ്റ്? രാത്രിയിൽ നിനക്ക് എങ്ങനെയാണ് റിവർ രസ എന്ന് പറയുന്ന രസം നദി നീന്തിക്കയറാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് മറുപടിയായിട്ട് സരമ പറയുന്നു, അറ്റ് ഫസ്റ്റ് ഐ വാസ് അഫ്രൈഡ് ടു സ്വിം അറ്റ് നൈറ്റ്, ബട്ട് ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ഗോഡ്സ്, സോ ഐ വാസ് ഏബിൾ ടു സ്വിം അക്രോസ് ദ റിവർ റസ. ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, നദി കിടക്കാനായിട്ട് ആദ്യം എനിക്ക് ഭയമായിരുന്നു, എന്നാൽ എന്താണ് ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ഗോഡ്സ്. ഇപ്പം ഞാൻ ആരാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്? ദേവകളാൽ സംരക്ഷിക്കപ്പെടുന്ന, ഗോഡിനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരാളായിരുന്നു. സോ ഐ വാസ് ഏബിൾ ടു സ്വിം അക്രോസ് ദ റിവർ രസ. അതുകൊണ്ട് എനിക്ക് ഈ നദി നീന്തി കിടക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല, ഞാൻ നദി നീന്തി കിടന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ശർമ്മ ആൻഡ് പാണി. നമുക്കിനി നോക്കാം ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം. This conversation taken from the Rigveda is between Sarma, the haunt of Lord Krishna, Lord Indra, and the local inhabitants of the region. ഇവിടെ നമ്മൾ ഇത് ഋഗ്വേദത്തിലെ ഒരു പരാമർശമാണ് നമ്മളിവിടെ വായിച്ചത്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയായ എന്താണ് സരമയും അതുപോലെ അവിടുത്തെ ലോക്കൽ ഇൻഹിബിറ്റൻ്റ്, തദ്ദേശീയരായ പണികൾ എന്ന് പറയുന്ന അവരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. Then the conversation is about the request placed by the Aryans to have possession of the cattle reared by the people of the area. ഇവിടെ ആ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആര്യന്മാർ തദ്ദേശവാസികളായ പണികളോട് കന്നുകാലികളെ ആവശ്യപ്പെടുന്നതാണ് ഈ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ട്, അപ്പോൾ ആ കന്നുകാലികളെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതാണ് ഇതിലെ ഉള്ളടക്കമായിട്ട് നമ്മൾ കാണുന്നത്. About 3,500 years ago, Aryans arrived at the Sapta Sindhu region in the northwestern part of India. അപ്പോൾ ഏകദേശം
3500 years ago, 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എവിടെ വന്നിരുന്നു? ആര്യന്മാർ അറൈവ്ഡ് അറ്റ് ദി സപ്ത സിന്ധ റീജിയൻ, അതായത് നോർത്ത് വെസ്റ്റേൺ, ഇപ്പം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ എന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സപ്തസിന്ധു റീജിയനിൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ എത്തിച്ചേർന്നത്. What assisted them most in their journey were the horses and the carriers pulled by the horses. ഇവരുടെ അവരവിടെ എത്തിച്ചേർന്ന് അവരെ സഹായിച്ചത് അവരുടെ ഹോഴ്സുകളും അതുപോലെ കുതിരയും കുതിരയെക്കെട്ടി രഥങ്ങളും ഒക്കെ ആയിരുന്നു അവരവിടെ എത്തിച്ചേരാൻ അവരെ സഹായിച്ചത്. The horse skeletons and the remnants of the carriers in the paths traveled by the Aryans are evidence for their arrival. അപ്പം നമുക്ക് അവരുടെ ആ സഞ്ചാര പാതയിൽ ആ പാതകളിൽ നിന്ന് നമുക്ക് കിട്ടിയ അവശിഷ്ടങ്ങൾ, സ്കെലിറ്റൻസ്, ഹോഴ്സ് സ്കെലിറ്റൻ, കുതിരയുടെ സ്കെലിറ്റൽസ്, അസ്ഥി, കുതിരകളുടെ എല്ലുകളും അതുപോലെ തന്നെ രഥത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് ഇതിനുള്ള തെളിവുകളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളവിടെ നിങ്ങളുടെ ഒരു ടെക്സ്റ്റിലെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, സപ്തസിന്ധു റീജിയൻ. അപ്പം ഇന്ത്യയിൽ അതിൽ സപ്തസിന്ധു റീജിയൻ ഏത് പ്രദേശമാണെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ എവിഡൻസ് അവൈലബിൾ ഓൺ ദ അറൈവൽ ഓഫ് ദ ആര്യൻസ് ഇൻ ദ സപ്തസിന്ധു റീജിയൻ ഇൻ ഇന്ത്യ. അതായത് നമ്മളിപ്പോൾ പഠിച്ച സപ്തസിന്ധു പ്രദേശത്തോട്ടുള്ള ആര്യന്മാരുടെ വരവിനെ സൂചിപ്പിക്കുന്ന തെളിവുകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പം ഞാനത് നിങ്ങൾ ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുകൂടി കാണുകയും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ്, ലൈഫ് ഓഫ് പീപ്പിൾ. നമുക്ക് ജനജീവിതം എന്താണെന്ന് നോക്കാം. വി ഗെറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സപ്തസിന്ധു റീജിയൻ ഫ്രം ദ ഋഗ്വേദ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ സംസ്കൃതത്തിൻ്റെ ആദ്യത്തെ ഒരു കൃതിയാണ്, ആദ്യത്തെ ഒരു ടെക്സ്റ്റാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ സപ്ത സിന്ധു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഋഗ്വേദയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. Then what were the peculiarities of life of the people there? Let us explore it further. നമുക്ക് ആ പ്രദേശത്തിൻ്റെ ജനജീവിതത്തിൻ്റെ പെക്യുലാരിറ്റീസ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആര്യൻസ് ബിലോങ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ്. നമ്മൾ ഇവിടെ പറഞ്ഞ ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ബിലോങ് ടു ഡിഫറെൻറ്റ് ട്രൈബ്സ് ഗോത്രങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ദെൻ ഈച്ച് ട്രൈബ് കംപ്രൈസ്ഡ് ഓഫ് മെനി ഫാമിലീസ്. അപ്പോൾ ഓരോ ഗോത്രത്തിലും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. Then the eldest member of the tribe was selected as the head of the tribe. അപ്പോൾ ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്ര തലവനായിട്ടായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. Then there were different tribal assemblies to assist the tribal heads. അതുപോലെ തന്നെ ട്രൈബൽ ഹെഡ്സിനെ, ഗോത്ര തലവന്മാരെ സഹായിക്കാനായിട്ട് ട്രൈബൽ അസംബ്ലീസ്, അതായത് ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദീസ് അസംബ്ലീസ് വെർ നോൺ ആസ് വിദാഥ, സഫ ആൻഡ് സമിതി. അപ്പോൾ ആ ഗോത്രസഭകളുടെ പേര് കൂടി ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് വിവിധ ഗോത്ര സമിതികൾ? അതായത് ഗോത്ര തലവന്മാരെ സഹായിക്കുന്നതിനുള്ള ഗോത്ര സഭകൾ അല്ലേ? ഏതൊക്കെയാണ് ഗോത്ര സഭകൾ? വിദാഥ, സഫ ആൻഡ് സമിതി. Then the main occupation of the Aryans was cattle rearing and farming. ഓർത്തിരിക്കുക, ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു? കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. They fought battles for pasture grounds and cattle. അപ്പോൾ അവർ കന്നുകാലികൾക്കും വേണ്ടിയും അതുപോലെ അവയുടെ മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടിയുമൊക്കെ അതായത് യുദ്ധം നടന്നു. നിങ്ങൾക്ക് അവിടെ 2 ബോക്സ് കൂടി തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം അതെന്താണ് ബോക്സ് എന്ന്. ദ സപ്ത സിന്ധു എന്ന് പറയുന്നത് the area including river Saraswati together with the river Sindhu and her tributaries Chalam, Chenab, Ravi, Bias and Satluj is regarded as the Sapta Sindhu region. അതായത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, അതുപോലെ രവി, ബിയാസ്, സത്ലജ്, എന്നിവയെല്ലാം ചേർന്ന് ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ സപ്ത സിന്ധു റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വേറെ ഒരു ടേം. ഓക്കെ, ലെറ്റ് us continue. The next one is ഗവിഷ്ഠി.
The battles fought by the Aryans for cattle and pastoral grounds are known as Gavishti. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിരുന്നു ദ മെയിൻ ഒക്യുപ്പേഷൻസ് ഓഫ് ദ ആര്യൻസ് വാസ് കാറ്റിൽ റിയറിങ് ആൻഡ് ഫാമിങ്. അതായത് ആര്യൻസിൻ്റെ പ്രധാന തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു അല്ലേ. അതുപോലെ അവർ നമ്മളതിൻ്റെ ഒരു ക്യാരക്ടർ കൂടി പഠിച്ചിരുന്നവരുടെ ദ ഫോർട്ട്സ് ബാറ്റിൽസ് ഫോർ പാസ്റ്റർ ഗ്രൗണ്ട്സ് ആൻഡ് കാറ്റിൽ, കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി അവരെ യുദ്ധം നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ഗവിഷ്ടി എന്ന് പറയുന്നത്. ദ ബാറ്റിൽസ് ഫോട്ട് ബൈ ദി ആര്യൻസ് ഫോർ കാറ്റിൽ ആൻഡ് പാസ്റ്ററൽ ഗ്രൗണ്ട്സ്, അതായത് കന്നുകാലികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവയുടെ മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി അവർ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ആര്യന്മാർ യുദ്ധം ചെയ്തിരുന്നു, ബാറ്റിൽ നടത്തിയിരുന്നു. അതിനെയാണ് നമ്മൾ ഗവിഷ്ടി എന്ന് പറയുന്നത്. Then next one, the priest who conducted sacrifices to ensure success in battles in the tribal heads who led the Aryans in war amassed more and more wealth. The priest who conducted sacrifices, അല്ലെങ്കിൽ നമ്മൾ യാഗം നടത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. The priest who conducted sacrifices to ensure success in battles, അതായത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ യുദ്ധത്തിന് വിജയം ഉണ്ടാകാൻ, യുദ്ധവിജയത്തിന് വേണ്ടി യാഗം നടത്തിയിരുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ ട്രൈബൽ ഹെഡ്സ് ഹു ലെഡ് ദ ആര്യൻസ് ഇൻ വാർ അമേസ്ഡ് മോർ ആൻഡ് മോർ വെൽത്ത്. അതുപോലെ തന്നെ യുദ്ധം നയിച്ച ട്രൈബൽ ഹെഡ്സ്. എന്താ ട്രൈബൽ ഹെഡ്സ് എന്ന് പറഞ്ഞാലാണ് ഗോത്ര തലവന്മാർ. അപ്പം യുദ്ധം വിജയിക്കാൻ വേണ്ടി യാഗം നടത്തിയിരുന്ന, യുദ്ധവിജയത്തിന് വേണ്ടി യാഗം നടത്തിയ പ്രീസ്റ്റ് പുരോഹിതന്മാർ, അതുപോലെ തന്നെ യുദ്ധം നയിച്ച ട്രൈബൽ ഹെഡ്സ് ഗോത്ര തലവന്മാർ. അപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ കൂടുതൽ സമ്പത്ത് കൈക്കലാക്കി, മോർ ആൻഡ് മോർ വെൽത്ത് അവർ കളക്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ കൈക്കലാക്കി. ദസ് കൺട്രോൾ ഓവർ വെൽത്ത് കെയിം ടു ദീസ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? സമ്പത്തിൻ്റെ നിയന്ത്രണം, ആര്യന്മാരുടെ ആ ഒരു കാലത്ത് സമ്പത്തിൻ്റെ നിയന്ത്രണം ആരുടെയൊക്കെ കൈകളിലായി? പ്രീസ്റ്റിൻ്റെയും അതുപോലെ ട്രൈബൽ ഹെഡ്സിൻ്റെയും കൈകളിലായിരുന്നു അവരുടെ സമ്പത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. The society was stratified in the Rigvedic period on the basis of occupation. Let us see what they are. അതായത് ആ ഒരു കാലഘട്ടത്തിൽ, ഋഗ്വേദ കാലത്ത് സമൂഹത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തരം തിരിച്ചിരുന്നു. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ആരോ കേട്ട് ഋഗ്വേദിക് സൊസൈറ്റി, പ്രീസ്റ്റ്, സോൾജിയേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ. പ്രീസ്റ്റ് നമ്മൾ പറഞ്ഞ പുരോഹിതരുണ്ടായിരുന്നു, അതുപോലെ സേനാനികൾ, സോൾജിയേഴ്സ് ഉണ്ടായിരുന്ന സാധാരണക്കാർ. അപ്പം നിങ്ങളതൊന്ന് ഓർത്തിരിക്കുക. ആര്യൻസിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഋഗ്വേദിക് സൊസൈറ്റി, ഋഗ്വേദ കാലത്തെ ആ സമൂഹം എന്ന് പറയുന്ന അവരുടെ തൊഴിൽ അനുസരിച്ച് അവരെ മൂന്നായിട്ട് തിരിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ദ പ്രീസ്റ്റ്, ദ സെക്കൻഡ് വൺ ഇസ് ദ സോൾജിയേഴ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ കോമൺ പീപ്പിൾ. അതായത് പുരോഹിതർ, യുദ്ധം ചെയ്തിരുന്ന അല്ലെങ്കിൽ സേനാനികൾ, സാധാരണക്കാർ. അപ്പം അങ്ങനെ അവരെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു. Next, during their period, the beliefs of the Aryans were simple and based on nature worship. ഇവിടെ ആ ഒരു സമയത്ത് ആര്യന്മാരുടെ കാലത്ത് ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസങ്ങൾ വളരെ ലളിതമായിരുന്നു, സിമ്പിളായിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ നേച്ചർ വർഷിപ്പ്, അത് പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതവുമായിരുന്നു അവരുടെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആര്യന്മാരുടെ കാലത്ത് അവരുടെ വിശ്വാസം വളരെ ലളിതമായിരുന്നു, അതുപോലെ പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതവുമായിരുന്നു അവരുടെ ബിലീഫ് എന്ന് പറയുന്നത്. ദെയർ മെയിൻ ഡെയിറ്റി വാസ് ലോർഡ് ഇന്ദ്ര. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം അല്ലെങ്കിൽ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആരായിരുന്നു? ലോർഡ് ഇന്ദ്ര ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. ദേ ഓൾസോ വർഷിപ്ഡ് അതർ ഗോഡ്സ്, നെയിംലി അഗ്നി, വരുണ, മരുതി ആൻഡ് സൂര്യ. അപ്പം അതുകൂടാതെ തന്നെ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളായിരുന്നു അഗ്നി, അതുപോലെ വരുണൻ, മരുതി, സൺ അല്ലെങ്കിൽ സൂര്യൻ, ഇതെല്ലാമായിരുന്നു അവർ. അതായത് പ്രകൃതിയിലുള്ള ഇങ്ങനെയുള്ള ഇതിനെല്ലാം അവർ ആരാധിച്ചിരുന്നു. They also undertook various rituals and special prayers for increasing their cattle wealth. അതുകൂടാതെ നമ്മൾ ആദ്യഭാഗത്ത് പഠിച്ചിരുന്നു അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? അവരുടെ കന്നുകാലികളെ വളർത്തുക ആയിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് അവർ കാലിസമ്പത്തിൻ്റെ വർധനവിനായിട്ട് പ്രത്യേക പ്രാർത്ഥനകളും അതുപോലെ അനുഷ്ഠാനങ്ങളുമൊക്കെ അവർ
നടത്തിയിരുന്നു. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത്. എന്താണ് ആക്ടിവിറ്റി? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ ആര്യൻസ് ഇൻ ദ സപ്ത സിന്ധു റീജിയൻ? അതായത് സപ്ത സിന്ധു പ്രദേശത്തെ ആര്യന്മാരുടെ ജീവിതത്തിലെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പം ഞാനത് ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി എടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് വൺ, ടുവേഴ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ. നമുക്ക് ഗംഗാതടത്തിലേക്ക് ആ ഒരു ഭാഗം കൂടെ പഠിക്കാം. By BCE 1000, the Aryans started moving towards the Gangetic Plain. What might be the reason for this? അതായത് BCE 1000 കൂടി ദ ആര്യൻസ് സ്റ്റാർട്ടഡ് മൂവിങ് ടുവേഴ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ. BCE 1000 കൂടി സപ്തസിന്ധു റീജിയനിൽ നിന്നും പ്രദേശത്ത് നിന്ന് ആര്യന്മാർ എങ്ങോട്ട്? ഗംഗാ സമുദ്രം ഗാംഗറ്റിക് പ്ലെയിനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ വ്യാപിക്കാൻ തുടങ്ങി. ദെൻ വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും അതിൻ്റെ റീസൺ? അപ്പം നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് ആക്ടിവിറ്റിയിൽ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ആൻസർ ഏതാണ്? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഇപ്പം നമുക്കറിയാം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അവരല്ലാത്ത പ്രദേശത്തോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് വ്യാപിക്കുകയും അല്ലെങ്കിൽ താമസിക്കാൻ പോവുകയും കുടിയേറുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നെക്സ്റ്റ്, സ്ട്രഗിൾസ് എമോങ് ട്രൈബ്സ്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചിരുന്ന അവർ ട്രൈബൽ ആര്യന്മാർ ട്രൈബ്സ് ആയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. വിവിധ ഗോത്രങ്ങളിലായിട്ടാണ് ജീവിച്ചിരുന്നതെന്നും അതുപോലെ ഓരോ ട്രൈബ്സിലും മെനി ഫാമിലീസ് അല്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സ്ട്രഗിൾസ് എമോങ് ട്രൈബ്സ്, അപ്പോൾ അവിടെയുള്ള സ്ട്രഗിൾസ്, ആ പ്രശ്നങ്ങൾ. നെക്സ്റ്റ് വൺ, ഒറിജിൻ ഓഫ് ന്യൂ ട്രൈബ്സ്. അതുപോലെ പുതിയതായിട്ടുള്ള ഗോത്രങ്ങളൊക്കെ ഫോം ചെയ്തപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ പുതിയ സ്ഥലങ്ങളിലോട്ട്. അപ്പോൾ അവർ എങ്ങോട്ടാണ് അവർ മൂവ് ചെയ്തത്? ഗാംഗറ്റിക് പ്ലെയിൻ, ഗംഗാതടത്തിലോട്ടാണ് അവർ താമസിക്കാനായിട്ട് മാറിയത്. ദെൻ ഫ്രം സപ്തസിന്ധു റീജിയൻ ദ ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ദ ഏരിയാസ് അഡ്ജോയിനിങ് ദ ഗാംഗറ്റിക് പ്ലെയിൻ ബൈ ക്ലിയറിംഗ് ദ ഫോറസ്റ്റ്. ഇവിടെ നമ്മൾ സപ്തസിന്ധു റീജിയൻ, ആ റീജിയനിൽ നിന്ന് ആര്യൻസ് എങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത്? ടു ദ ഏരിയാസ് അഡ്ജോയിനിങ് ദ ഗാംഗറ്റിക് പ്ലെയിൻ. അതായത് ഗംഗാ സമുദ്രത്തിലെ അല്ലെങ്കിൽ ഗാംഗറ്റിക് പ്ലെയിനിലെ വനപ്രദേശങ്ങളിലോട്ട് അവർ ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത്, അതായത് കാട് വെട്ടിക്കരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ഫോറസ്റ്റിലുള്ള മരങ്ങളൊക്കെ വെട്ടി അവിടെയെല്ലാം വൃത്തിയാക്കി അങ്ങനെയുള്ള ആ വനപ്രദേശത്തിലോട്ടാണ് ഇവർ കുടിയേറിയത്. Then tools made of iron helped them a lot in this process. അപ്പോൾ അവർക്ക് ആ ഒരു കുടിയേറ്റ പ്രോസസ്സിൽ, അതായത് വനപ്രദേശമായിരുന്നു, അവിടെയുള്ള മരങ്ങളെല്ലാം കാടെല്ലാം വെട്ടിക്കരിച്ച് അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് അവർ അങ്ങോട്ട് പോയത്. അപ്പോൾ അതിന് അവരെ സഹായിച്ച ആയുധം എന്ന് പറയുന്ന ഇരുമ്പ് അല്ലെ അയൺ ടൂൾസ്, ഇരുമ്പ് ആയുധങ്ങളുടെ ഉപയോഗമായിരുന്നു ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ടുള്ള കുടിയേറ്റത്തിന് അല്ലെങ്കിൽ താമസത്തിന് സഹായിച്ചത്. We get information regarding the life of Aryans from 1000 to 600 BCE from the later Vedas, namely Atharva Veda, Samaveda and Yajurveda. നമ്മൾക്ക് BCE 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതൊരു പിൽക്കാല വേദങ്ങൾ, പിന്നീട് ലേറ്റർ വേദാസ്, പിന്നീടുണ്ടായ വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഇവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, പഠിക്കുക. ഏതൊക്കെയാണ്? അഥർവവേദ, സാമവേദ ആൻഡ് യജുർവേദ. അപ്പം നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് അതുകൂടി പഠിക്കുക. പിന്നീടുണ്ടായ വേദങ്ങൾ, ഇപ്പം 1000 BCE 1000 മുതൽ 600 വരെയുള്ള ആ കാലഘട്ടത്തിൽ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അഥർവവേദ, അതുപോലെ സാമവേദ ആൻഡ് യജുർവേദ, അവിടെ നിന്നാണ് നമുക്ക് ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. Then next one, there are archaeological evidences for the advancement made by the Aryans towards the east. നമ്മൾക്ക് നമ്മുടെ ആര്യന്മാരുടെ മൂവ്മെൻറ്റ്, ആര്യന്മാർ ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള അവരുടെ വ്യാപനത്തിന് ആർക്കിയോളജിക്കൽ എവിഡൻസ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ സപ്തസിന്ധു റീജിയനിൽ നിന്ന് അവർ
ഗാംഗറ്റിക് പ്ലെയിനിലോട്ട് മൂവ് ചെയ്തു. അവർ ആര്യന്മാരെ കിഴക്കോട്ടുള്ള അവരുടെ ആ മൂവ്മെൻറ്റിന് നമുക്ക് ആർക്കിയോളജിക്കൽ അല്ലെങ്കിൽ പുരാവസ്തു തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ആർ ദ ഗ്രേ എർത്തൺ വെയേഴ്സ് ആൻഡ് അയൺ ടൂൾസ് ഫൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഉത്തർപ്രദേശ്. നമുക്കതിൽ പ്രധാനപ്പെട്ട ആ ഒരു പുരാവസ്തു ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ പുരാവസ്തു തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച എന്താണ് ഇരുമ്പ് ആയുധങ്ങൾ, അതുപോലെ ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ. അവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. റിമൈൻഡ്സ് ഓഫ് പെയിൻറ്റഡ് ഗ്രേ വെയേഴ്സ്, അതായത് ചായം തേച്ച് ചാരനിറത്തിലുള്ള പാത്രങ്ങളുടെ ഭാഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ നിന്ന് നമുക്ക് ഇവരുടെ ആര്യന്മാരുടെ ആ ഒരു കുടിയേറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ദ എവിഡൻസ് അവൈലബിൾ ഓൺ ദ ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ ഓഫ് ദ ആര്യൻസ്, അതായത് ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തെക്കുറിച്ച് വിവരം തരുന്ന തെളിവുകൾ ചർച്ച ചെയ്യുക. അപ്പം നമുക്കൊരു ക്ലാസ് ആക്ടിവിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ റീഡിങ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി നോക്കാം. എക്യുപ്മെൻറ്റ്സ് മെയ്ഡ് ഓഫ് അയൺ. Historians have discovered remains of iron implements used by people in the Gangetic Plain, especially from Atinkara in the western part of Uttar Pradesh, Jodhpur in Rajasthan, and Bhagwanpur in Haryana. നമുക്ക് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രോഞ്ചിക്കേര എന്ന് പറയുന്ന ആ പ്രദേശം, അതുപോലെ രാജസ്ഥാനിലെ ജോധ്പൂര്, ഹരിയാനയിലെ ഭഗവാൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഗൈഗാൻറ്റിക് പ്ലേസ് റീജിയനിൽ അല്ലെങ്കിൽ ഗംഗാസമുദ്രത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങൾ അവശിഷ്ടങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ലഭിച്ച ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ്. അതിൻ്റെ പേരുകളൊക്കെ ഒന്നുകൂടിയൊക്കെ ഓർത്തിരിക്കുക. UP-യിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രോഞ്ചിക്കേട, രാജസ്ഥാൻ ജോധ്പൂർ, ഹരിയാനയിലെ ഭഗവാൻപൂർ, ഈ പ്രദേശങ്ങളിൽ നിന്നാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും ലഭിച്ചത്.